കളവ് നടന്നിട്ടുണ്ടെന്നും അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തു, അതിൽ പാർട്ടിയിൽ നടപടികൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറയാം. ഇത് വെറുതെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാവല്ല, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേതാക്കന്മാരാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അപ്പൊ കളവ് നടത്തുന്ന ആളുകൾ പരസ്പരം സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കിയാൽ കളവ് അല്ലാതാകുമോ? ഇവർ പറഞ്ഞതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. ഇവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ഈ പറഞ്ഞ കളവായാലും പീഡനമായാലും കൊള്ളയടിയായാലും എന്ത് നടത്തിയാലും പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനെ വെക്കുന്നു, പാർട്ടി അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നു, ചില കമ്മീഷൻ അന്വേഷിക്കാൻ വരുന്ന കമ്മീഷൻ പറ്റുന്നു, അവസാനം അവർ പരാതി കൊടുത്തവർക്കെതിരെയും ഒക്കെ നടപടി എടുത്തിട്ട് അവരങ്ങ് അവസാനിപ്പിക്കുന്നു. അതോടെ നമ്മളെല്ലാവരും ഇത് വിശ്വസിച്ചോണമെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ധൻരാജ രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് മാത്രമല്ല, അഭിമന്യുവിന്റെ SFI നേതാവായിരുന്ന അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വ ഫണ്ടുമായി ബന്ധപ്പെട്ടും വിജുവിന്റെ രക്തസാക്ഷിത്വ ഫണ്ടുമായി ബന്ധപ്പെട്ട്, പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട്, കോവിഡ് ഫണ്ടുമായി ബന്ധപ്പെട്ടും ഒക്കെ നിരന്തരം ആക്ഷേപങ്ങളുണ്ട് ഈ പാർട്ടിക്കെതിരെ. അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ കാക്കനാട് അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ സഹാരിയായിരുന്ന ബോർഡ് മെമ്പറായിരുന്ന സിയാദിന്റെ ആത്മഹത്യാക്കുറിപ്പ് സ്കൂട്ടറിൽ നിന്ന് കിട്ടുകയും അത് ഫോറൻസിക് പഠനത്തിന് വേണ്ടിയിട്ട് വിട്ടിട്ട് ഇതുവരെ അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതായിട്ട് നമുക്കറിയില്ല. എന്താ? കളമശ്ശേരിയിലെ മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനുമായി ബന്ധപ്പെട്ട പ്രളയ ഫണ്ട് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണത്. അപ്പൊ ഇതിങ്ങനെ നിരന്തരം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയുക ഞങ്ങളുടെ പാർട്ടിയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്ന്. ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി കുറെ കാലം മുമ്പ് നമ്മൾ വിചാരിക്കുന്ന ഇവർ വലിയ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വാഗ്വാദങ്ങളൊക്കെയാണ് നടത്തുന്നതെന്ന്. പക്ഷെ ഇന്ന് CPM ഇന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ എന്താ? ഫണ്ട് തട്ടിപ്പ്, പീഡനം, കൊള്ളയടി, ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ മാത്രമല്ല രക്തസാക്ഷികളുടെ ഫണ്ട് വരെ കൈയിട്ട് വാരാൻ യാതൊരു ഉളുപ്പില്ലാത്ത രീതിയിൽ അധപതിച്ചിരിക്കുന്ന നേതാക്കന്മാരാണ് CPM-ലെ MLA-മാർ വരെ ആയിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പറയാം, കളവ് തുറന്നു പറഞ്ഞാൽ പാർട്ടി തകരുമെന്നാണ് പറയുന്നത്. ഈ കളവിനെ കുറിച്ചിട്ട് ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണെന്ന്. കളവിനെ കുറിച്ച് പറഞ്ഞാൽ അത് തുറന്നു പറഞ്ഞാൽ പാർട്ടിക്ക് അകത്ത് പറഞ്ഞിട്ട് പരിഹാരം ഉണ്ടാകാതെ വരുമ്പോൾ പുറത്ത് പറയേണ്ടി വരുന്ന ഗതികേട് അത് പുറത്ത് പറയുമ്പോൾ പാർട്ടിയെ തകർക്കാനാണെന്ന്. അപ്പോൾ കൊള്ളയടിയെ കുറിച്ച് പുറത്ത് പറഞ്ഞാൽ പാർട്ടി തകരുമെങ്കിൽ ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ കൊള്ളക്കാരാണെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് കിട്ടിയ മാസപ്പടി എന്ത് സേവനത്തിനാണെന്ന് ഇന്നേ വരെ കേരളത്തിൽ ഒരു സാധാരണ സഖാവിന് മുതൽ പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാർക്ക് വരെ പുറത്തു പറയാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ ഈ പാർട്ടി അടിമുടി തട്ടിപ്പും വഞ്ചനയും കൊള്ളയടിയും മാത്രമായിട്ട് മാറുക. അധികാരത്തിന്റെ അങ്ങനെ ജനറലൈസ് ചെയ്യണോ ജിൻഡോ ജോൺ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വാദത്തിനൊക്കെ മെറിറ്റ് ഉണ്ട്. ഇപ്പോ കോൺഗ്രസിനകത്തും ഫണ്ട് തിരിമറി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് പലതവണ അത് പറഞ്ഞിട്ടും പരിഹരിക്കപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടും ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പരിഹാരം കിട്ടാത്തതിനെ തുടർന്ന് പുറത്തേക്ക് വന്ന് പറയുകയും നിയമപരമായ നടപടികളിലേക്ക് അത് വഴിമാറുകയും ചെയ്ത സാഹചര്യം നമ്മുടെ മുമ്പിലില്ലേ? വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മറന്നു പോകാൻ പറ്റുമോ? അതിന്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടത്തിന്റെ ഒരു ചരിത്രം കൂടി ഇല്ലേ അതിലിരയാക്കപ്പെട്ട ആളുകൾക്ക്? അപ്പോ അതുകൊണ്ട് കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കളും കോൺഗ്രസ് എന്ന പാർട്ടിയും അടിമുടി ഒരു കൊള്ള സംഘമാണ് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ റാഷിദ്, ഇതിൽ കോൺഗ്രസിനെ കുറിച്ച് ഏത് ആരോപണങ്ങളിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇത്തരം ആരോപണങ്ങൾ നിങ്ങൾ പറഞ്ഞ ഏതൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്ന അന്നൊക്കെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് എല്ലാ മാധ്യമങ്ങളിലും ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്ക് ഇന്ന് അവരുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജനും അതുപോലെ രാകേഷൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ മുമ്പിൽ പറയാൻ ധൈര്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങളിലൊക്കെ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമല്ല ഞങ്ങൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറം ആരോപണങ്ങൾക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് തിരുത്തിയിട്ട് കൂടിയുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രളയ ഫണ്ട് തട്ടിയെടുത്ത കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന മനുഷ്യനെതിരെ എന്ത് നടപടിയെടുത്തു? അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ സിയാദ് എന്ന് പറഞ്ഞ CPM-ന്റെ സഹകാരിയായിരുന്ന നേതാവിന്റെ ആത്മഹത്യയിൽ എന്ത് നടപടിയെടുത്തു? ബിജുവിന്റെ രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിയെടുത്തതിനെ കുറിച്ച്, അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിയെടുത്തതിനെ കുറിച്ച്, ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തതിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ എന്ത് നടപടിയെടുത്തു? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി കേസിൽ എന്ത് നടപടിയെടുത്തു? സ്വർണം കെട്ട സഖാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ പോലും അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു നടപടി എടുക്കാൻ പറ്റാത്ത രീതിയിൽ ജില്ലാ കമ്മിറ്റിയിലും ജയിലിലും ഒരേ സമയം തുടരുന്ന CPM-ന്റെ നേതാക്കന്മാരുള്ള കാലത്താണ് മറ്റ് പാർട്ടിയിലേക്ക് ബൈനോക്കുലർ വെച്ച് നോക്കുന്നത്. മറ്റ് പാർട്ടികളിൽ ഉണ്ടെങ്കിൽ അത്തരം ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ പരാതികൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കട്ടെ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ കൈവശമല്ലേ? അല്ലാതെ രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവന്മാരെ ന്യായീകരിക്കാൻ വേണ്ടി അപ്പുറത്തും ഇല്ലേ എന്ന് പറയുന്ന വാട്ടബോട്ടറി പറയുന്നത് അത് ഉളുപ്പില്ലാത്ത പരിപാടിയാണ്. കളവ് തുറന്നു പറഞ്ഞാൽ പാർട്ടി തകരുമെന്ന് പറയുന്നതിനോടൊപ്പം വലിയ അല്പത്തരം വേറെയുണ്ടോ? രക്തസാക്ഷികൾ പോലും കറവ പശുവാക്കി മാറ്റുന്ന രീതിയിൽ ഈ പാർട്ടി മാറിയിരിക്കുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇത് കറപ്ഷനിസ്റ്റ് പാർട്ടിയാണ്. പിണറായി വിജയന്റെ കുടുംബം തൊട്ട് സാധാരണ സഖാക്കന്മാരുടെ വരെ കൊള്ളയടി
മൂടി വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുക. ഇവിടെ മധുസൂദനെതിരെ നടപടിയെടുക്കാൻ ഈ പാർട്ടിക്ക് പറ്റില്ല. മധുസൂദനെതിരെ നടപടിയെടുത്താൽ മധുസൂദനൻ ചോദിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയ മാസപ്പടിയിൽ എന്ത് നടപടിയെടുത്തു എന്ന് പറയാൻ പറ്റണ്ടേ? പ്രളയ ഫണ്ട് തട്ടിയെടുത്ത നേതാക്കന്മാർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിക്കില്ലേ? അപ്പൊ മധുസൂദനെതിരെ നടപടിയെടുക്കില്ല. പകരം പരാതി പറഞ്ഞ ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കും. കുഞ്ഞികൃഷ്ണനെ മാറ്റി നിർത്തും. അതേ ഇവർക്ക് ചെയ്യാൻ പറ്റൂ. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ണൂരിലെ പാർട്ടിയിൽ നിന്ന് സ്വർണം പട്ടികൽ CPM-ന്റെ നേതാക്കന്മാരായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ശരി, അതുകൊണ്ട് പോലീസ് അന്വേഷിക്കണം എന്നുള്ളതാണ് നിയമപരമായ സൊല്യൂഷൻ വേണം. എല്ലാം പാർട്ടി അന്വേഷിച്ച് പാർട്ടി കോടതി വിധി പറയുന്ന രീതി പറ്റില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. ഞാൻ വരാം ജിൻഡോ ജോൺ. പക്ഷേ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, CKP പത്മനാഭൻ P ശശിക്കെതിരെ നടത്തിയ ഒരു ആരോപണം ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെയാണ് നമുക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അറിവുള്ള കാര്യമാണ്. പക്ഷെ അതിനുശേഷം CKP പത്മനാഭനെ പാർട്ടിയിൽ നിന്ന് ഒതുക്കാനും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനും വേണ്ടി കൊണ്ടുവന്ന ഒരു ആരോപണം എന്താ? അദ്ദേഹം കർഷക സംഘത്തിന്റെ മറ്റോ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം ആ ചുമതലയിലിരിക്കുമ്പോൾ ഓഫീസ് സെക്രട്ടറി എന്തോ സാമ്പത്തിക തിരിമറി നടത്തിയാൽ ഇദ്ദേഹത്തിന് വേണ്ടത്ര ജാഗ്രതയുണ്ടായില്ല എന്നും പറഞ്ഞ് ഇദ്ദേഹത്തിന് നേരിട്ട് പങ്കില്ലാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ സംഘടനാപരമായി നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തെ പരമാവധി മാനസികമായിട്ട് പീഡിപ്പിച്ച് അദ്ദേഹത്തെ രോഗിയാക്കിയെന്ന് തുറന്നു പറഞ്ഞത് ഈ അടുത്ത കാലത്താണ്. CKP പത്മനാഭനെ പോലുള്ള മനുഷ്യനെ കണ്ണൂരിലെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന പാർട്ടിയാണ് ഈ രക്തസാക്ഷി ഫണ്ട് കട്ടതറിഞ്ഞിട്ടും അത് മൂടി വെച്ച് ഈ കൊടുങ്കള്ളന്മാരെ സംരക്ഷിച്ചത്. അപ്പോൾ അത് പാർട്ടി മാത്രം അന്വേഷിച്ചാൽ പോരാ, പാർട്ടി കോടതി മാത്രം നിലപാടെടുത്താൽ പോരാ. കാരണം റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരെ വെച്ചിട്ടാണ് രക്തസാക്ഷി ഫണ്ട് പിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ എത്രത്തോളം സുതാര്യത ഉണ്ടെന്നൊക്കെയുള്ളത് വലിയൊരു സംശയത്തിന്റെ കാരണമാണ്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കുറ്റം ചെയ്തു എന്ന് കുഞ്ഞികൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ മുമ്പിൽ മാത്രമാണ് കുറ്റം, അല്ലല്ലോ. രക്തസാക്ഷികളുടെ ചോര വിറ്റ് കാശ് അടിച്ചു മാറ്റി എന്ന് മാത്രമല്ല, അത് മാത്രമല്ല കുറ്റം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിയമത്തിന്റെ മുമ്പിൽ, ഇന്ത്യയുടെ രാജ്യത്തിന്റെ നിയമത്തിന് മുമ്പിൽ കുറ്റമാണ്. ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 പ്രകാരമാണെങ്കിൽ ഈ പൊതുപ്രവർത്തകരും ഇതിന്റെ നിയമത്തിന്റെ പരിധിയിൽ വരും. അപ്പോൾ ഈ അഴിമതിയുടെ പരിധിയിൽ വരും. കേരള ലോകായുക്ത 1999 ലോകായുക്ത നിയമപ്രകാരമാണെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരത്തിൽ അനധികൃതമായിട്ട് സമ്പത്ത് കൈകാര്യം ചെയ്യുകയോ തട്ടിപ്പ് നടത്തുകയൊക്കെ ചെയ്താൽ അതും അഴിമതിയുടെ പരിധിയിൽ വരും. അപ്പോൾ നിയമപ്രകാരം അതൊരു കുറ്റകൃത്യം തന്നെയാണ്. അപ്പോൾ അത് പാർട്ടി കോടതിയും പാർട്ടിയുടെ പോലീസ് സ്റ്റേഷനും അന്വേഷിച്ച് തീർപ്പാക്കിയാൽ മാത്രം പോരാ, സംഘടനാപരമായ നടപടി മാത്രം എടുത്താൽ പോരാ. അക്കാര്യത്തിൽ കേരളത്തിലെ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിനനുസരിച്ച് നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് കൂടി പോകണം. അതിന് പരാതി കൊടുക്കാൻ ആളുകൾ തയ്യാറുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ചോദ്യം. എന്തായാലും രക്തസാക്ഷികളുടെ ഫണ്ട് പോലും കൈയിട്ട് വാരുന്നവരെ സംരക്ഷിക്കുന്ന പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അത് കറപ്ഷനിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാതൊരു ഉളുപ്പുമില്ലാതെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് സംഘടനാപരമായിട്ടുള്ള, ആശയപരമായിട്ടുള്ള, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള തർക്കങ്ങളല്ല. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മുഴുവൻ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും സ്വർണ്ണക്കടത്തിന്റെയും കൊള്ളയടിയുടെയും വാർത്തകളും സംസാരങ്ങളും തർക്കങ്ങളും മാത്രമാണ്. ശരി, അതാണ് ജിൻഡോ ജോൺ ഈ റൗണ്ടിൽ വിമർശിച്ചത്. ശ്രീ NV ബാലകൃഷ്ണൻ, ഇതിനകത്ത് ഈ പോലീസ് കേസിലേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അതൊരു അച്ചടക്കമുണ്ടായിരുന്ന ഇത്രയും കാലം, ഇപ്പൊ പാർട്ടിയുടെ ലൈനിൽ അച്ചടക്കമില്ലാത്ത ആളാണല്ലോ കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം വെച്ചു പുലർത്തിയ ഒരു പാർട്ടി കീഴ്വഴക്കത്തിന്റെയും ബോധ്യത്തിന്റെയും ഒക്കെ ഭാഗമായി അദ്ദേഹം പറയുന്നതാണെന്നാണ് ജിൻഡോ ജോൺ വിശദീകരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി അദ്ദേഹം അതിൽ കൂട്ടിച്ചേർത്തു, കള്ളക്കണക്കുണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വിചാരിക്കണോ? പിന്നെ പോലീസ് അന്വേഷിക്കാതെ ഇതിനകത്ത് ഒരു വ്യക്തത എങ്ങനെ വരും?